അങ്കനവാടിയിൽ ബിരിയാണി വേണമെന്ന് പറയുന്ന കൊച്ചുകുട്ടിയുടെ വീഡിയോ വൈറലായതോടെ ബിരിയാണി മെനുവിൽ ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ പറഞ്ഞിരുന്നു. ഈ വർഷം മുതൽ ഒരു ദിവസം ബിരിയാണി എന്ന നിലയിൽ മെനു പരിഷ്കരിക്കുകയും ചെയ്തു. എന്നാൽ കുട്ടിക്കാലം മുതൽ ആരോഗ്യകരമായ ഭക്ഷണശീലമാണ് വളർത്തിക്കൊണ്ടുവരേണ്ടതെന്ന് നിർദ്ദേശിക്കുകയാണ് UN ഉദ്യോഗസ്ഥനായ മുരളി തുമ്മാരുകുടി. കേരളം ജീവിതശൈലി രോഗങ്ങളാൽ വലയുകയാണെന്നും സ്ഥിരമായി ബിരിയാണിയും പൊരിച്ച കോഴിയും കൊടുക്കുന്നത് നല്ല കാര്യമല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങൾ വളരെ കൂടി. കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും ഓരോ ഡയാലിസിസ് യൂണിറ്റ് വേണമെന്ന സ്ഥിതിയായി. കേരളത്തിലെ ജനങ്ങളിൽ 45% ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. ഈ സാഹചര്യം നേരിടാൻ കൂടുതൽ ഡോക്ടർമാരും ആശുപത്രികളുമല്ല, ആരോഗ്യകരമായ ഭക്ഷണശീലവും കൃത്യമായ വ്യായാമവുമാണ് വേണ്ടത്. അത് ചെറുപ്പകാലത്ത് തന്നെ തുടങ്ങണം. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം. വ്യായാമത്തിനുള്ള സംവിധാനങ്ങൾ ഓരോ വാർഡിലും ഉണ്ടാകണം. ഈ കാരണങ്ങൾ കൊണ്ടാണ് കുട്ടിയുടെ ആഗ്രഹം എന്താണെങ്കിലും അംഗൻവാടിയിൽ സ്ഥിരമായി ബിരിയാണിയും പൊരിച്ച കോഴിയും കൊടുക്കുന്നത് നല്ല കാര്യമല്ല എന്ന് അന്ന് ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോൾ പുതിയ മെനു വന്നിട്ടുണ്ട്. ബിരിയാണി മെനുവിലുണ്ട്. ഭാഗ്യത്തിന് കോഴി ബിരിയാണിയോ പൊരിച്ച കോഴിയോ ഇല്ല. ഇക്കാര്യത്തിൽ സർക്കാരിലെ ഡയറ്റീഷ്യന്മാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് അധികം മസാലക്കൂട്ടുകൾ ചേർത്ത് ആരോഗ്യകരമല്ലാത്ത ഭക്ഷണം ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നതിന് പകരം മുട്ട പോലുള്ള ആരോഗ്യകരമായ വിഭവങ്ങൾ ഉൾപ്പെടുത്തി അല്പം ആകർഷകമാക്കി കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് ലക്ഷ്യമെന്ന് കരുതുന്നു. ആരോഗ്യകരമായ ഭക്ഷണം കുട്ടികളുടെ മാത്രം വിഷയമല്ല. നമ്മുടെ ഓരോ വീട്ടിലും ഓരോ നേരത്തും എങ്ങനെയാണ് ആരോഗ്യകരമായ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്നതിനെ കൂടി അനുസരിച്ചിരിക്കും നമ്മുടെ ഭാവി ആരോഗ്യമെന്നും മുരളി തുമ്മാരുകുടി പറയുന്നു.